ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ കൊല്ലങ്കടവുള്ള നമ്മുടെ സക്കീർക്കാട് വീട്ടിലാണ്. സക്കീർക്ക നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്കീർക്കാനെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സക്കീർക്കാട് ബ്രദറിന്റെ വീട്ടില് ഷാജിക്കാട് വീട്ടില് ഇവിടുന്ന് ഒരു 150-200 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ സക്കീർക്ക് ഇത് കണ്ടിട്ട് നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. അതിന്റെ എന്തൊക്കെയാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, ആഫ്റ്റർ സർവീസും നമ്മുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ സക്കീർക്കാട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും പറയുന്നത് നേരിട്ട് വന്നിരിക്കുന്നത്. നമസ്കാരം. ആഫ്ര എഞ്ചിനീയേഴ്സിനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ ആഫ്ര എഞ്ചിനീയേഴ്സിനെ പറ്റി അറിയുന്നത്. സോളാർ പാനൽ വെക്കണമെന്ന് തീരുമാനിച്ച സമയത്ത് ഏകദേശം ഒരു 10-30 കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടു. അതിൽ നിന്ന് ഒരു 10 കമ്പനിയെ സോർട്ട് ചെയ്തു, 10 കമ്പനിയുടെ കൊട്ടേഷൻ എടുത്തു. അവരുമൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ആ കൊട്ടേഷനുമൊക്കെ നല്ല രീതിയിൽ റിവ്യൂ ചെയ്തിട്ട് ഞാൻ ഫൈനലൈസ് ചെയ്തതാണ് ആഫ്ര എഞ്ചിനീയേഴ്സ്. ഞാൻ അത് നിങ്ങളെ അപ്രോച്ച് ചെയ്തു. നിങ്ങൾ വന്ന് ടൈമിൽ തന്നെ പാനലിൻ്റെ ഇൻസ്റ്റലേഷനും സ്ട്രക്ചറും കമ്മീഷനിങ്ങും എല്ലാം നിങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്തു തന്നു. തീർച്ചയായും അത് ആഫ്റ്റർ സർവീസ് ഇത്രയും സമയമായിട്ടുള്ളെങ്കിലും നിങ്ങളുടെ ആ സർവീസ് വളരെ നല്ലതായിരുന്നു. താങ്ക് യു. ഞാൻ തന്നെ കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുവാണ് ആഫ്ര എഞ്ചിനീയേഴ്സിനെ. കാരണം അവരുടെ സർവീസ്, അവരുടെ ഇടപെടൽ എല്ലാ ആൾക്കാരുടെയും, അതിൻ്റെ സ്റ്റാഫ് ആയിക്കോട്ടെ, അതിൻ്റെ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാ അവരുടെ സർവീസും ഇടപെടലും എല്ലാം വളരെ നല്ലതായിരുന്നു. അതിനേക്കാൾ ഉപരി അവരുടെ പേപ്പർ വർക്ക്സ് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അവരുടെ സ്റ്റാഫ് തന്നെ നമ്മളെ വിളിച്ച് എല്ലാ സർവീസും തീർച്ചയായിട്ട് ചെയ്തു തന്നു. കമ്മീഷനിങ് കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി എൻ്റെ 2 ആഴ്ച വന്നിട്ടുണ്ടാകും. തീർച്ചയായും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഇത്തരം വർക്ക് കാര്യങ്ങളെന്നൊക്കെ പലവരും നമ്മളോട് ചോദിക്കാറുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ റഫറൻസുമാണ് ഏകദേശം 60% ആഫ്ര എഞ്ചിനീയേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ഉദാഹരണം നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്കീർ സാറിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി ഈ സക്കീർ സാറിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ എത്രമാത്രം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കൊണ്ട് സബ്സിഡി കയറിയിട്ടുണ്ട്. ഇത് പലവരും പറയുന്നുണ്ട് സബ്സിഡി കയറാൻ ഒരുപാട് ഡിലേ ഉണ്ട് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു വെണ്ടറാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അവർ ഡിലേ ആക്കിയാൽ മാത്രമാണ് സബ്സിഡി ഡിലേ ആവുന്നുള്ളൂ. നമ്മൾ ഈ പേപ്പർ വർക്കിന് എഗെയിൻസ്റ്റ് മാത്രമായിരിക്കും സബ്സിഡി ഡിലേ ആവുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ വർക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ഏതൊരു കസ്റ്റമേഴ്സിനും അവരുടെ കസ്റ്റമർ പോർട്ടലിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് കസ്റ്റമേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡൗട്ടിന് ക്ലിയർ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി കസ്റ്റമേഴ്സ് അതും കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ വ്യക്തത ഉണ്ടായിരിക്കും അതിൻ്റെ. അത് ഞാൻ അപ്രോച്ച് ചെയ്തതിൻ്റെ ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് അപ്രൂവൽ എടുത്തായിരുന്നു. KCB കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ എനിക്കെടുത്ത് എനിക്ക് അയച്ചു തന്നു. അയച്ചു തന്നിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരു നല്ല അവരുടെ ആ പ്രൊഫഷണലിസം ഞാനത് നിങ്ങളെ അത് അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനെ, നിങ്ങളുടെ മാനേജ്മെൻറ്റിനെ ഞാൻ തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച് സാർ. എല്ലാവരെയും ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് മാത്രമല്ല, ഞാൻ എല്ലാവരെയും ആഫ്ര എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്, ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാനിവരെ ആദ്യമായിട്ട് കാണുകയാണെന്ന് കേട്ടോ. ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനെ ആരെയും കണ്ടിട്ടില്ല. ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഞാനിത് ഒരിക്കലും അത് അങ്ങനത്തെ ഒരു ഇതായിട്ട് കണക്കാക്കരുത്. അവർ ഡിസർവാണ് മുമ്പോട്ടുള്ള അവരുടെ അവരുടെ കരിയറിന്. തീർച്ചയായിട്ടും അതിന് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണ്. എൻ്റെ ഭാഗത്തുനിന്നും വ്യക്തിപരമായിട്ട് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഇത് ഞങ്ങൾ ഡയറക്റ്റ് സാർ NRI ആയിരുന്നു നമ്മൾക്ക് തരുന്ന ഏകദേശം ഒരു 30-40% കസ്റ്റമേഴ്സ് NRIs ആണ്. അപ്പോൾ ഈ NRIs ആയ കാരണം തന്നെ നമ്മളെ കാണുന്നില്ല പലവരും. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് നമ്മളിലുള്ളത് കൊണ്ടാണ് ഈ NRIs കൂടുതലും നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴെങ്കിലും ആയിരിക്കും സാറൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു 10-20 ദിവസത്തെ കഴിഞ്ഞിട്ട് സാറ് തിരിച്ചു പോയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലയൻസിന് ഞങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സാറ് വരാൻ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ വരികയും ചെയ്തത്. സാറിനെ കാണാനും പറ്റി, വളരെ സന്തോഷമുണ്ട്. അത് ഒരു പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ഏതൊരു കസ്റ്റമർ ആണെങ്കിലും പുതിയൊരു, അത് മാത്രമല്ല ഇത് കളമശ്ശേരിയാണ്, ഞാനുമായിട്ട് വളരെ ദൂരമുണ്ട്. കളമശ്ശേരിയാണ്. ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തത് കാരണം ഇവരുടെ പ്രീവിയസ് കസ്റ്റമേഴ്സുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അവരുമായിട്ട് ചെക്ക് ചെയ്തപ്പം ആ ഒരു ട്രസ്റ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെടുന്നത്. അത് എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് നിങ്ങളിൽ വിശ്വസിച്ച് അത് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. താങ്ക് യു.